ഞങ്ങൾ 7 മണിക്ക് നേരത്തെ കഴിച്ചിട്ടാവല്ലോ വെച്ചിട്ട് 7 മണിക്ക് കുട്ടികളെ പരീക്ഷയ്ക്കുള്ള കുട്ടികളെയും കൂട്ടിയൊക്കെ വയസ്സന്മാരായ ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു 9 മണി 50 കഴിച്ചിട്ടാവല്ലോ വെച്ചാൽ ഇവിടെ നോക്കും, ഇവിടെ മിഷൻ റേഷൻ ഷാപ്പ് പോയാൽ റേഷൻ ഷാപ്പിൽ മിഷൻ കേടായി കിടക്കാം. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാൻ കൂട്ടത്തും കഴിഞ്ഞിട്ട് ഇത്ര ദിവസത്തെ ഒരു അവധിയും കൊടുത്തും കഴിഞ്ഞിട്ട് അത് വേറെന്തോ ഒരു സംവിധാനം ഉണ്ടാക്കുക ഗവൺമെന്റ്, അതും ചെയ്യില്ല. ജനങ്ങളിട്ട് ഇങ്ങനെ പിന്നെ വരപ്പിക്കുക ഓരോ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് എത്ര ആൾക്കാർ ഇന്ന് ആരംഭിക്കാനിരുന്ന മുൻഗണനാ കാർഡുകളുടെ മസ്റ്ററിംഗ് മുടങ്ങി. സെർവർ തകരാറിലായതിനെ തുടർന്നാണ് റേഷൻ മസ്റ്ററിംഗ് വെള്ളിയാഴ്ച രാവിലെ മുടങ്ങിയത്. രാവിലെ 8 മുതൽ രാത്രി 7 വരെ ക്യാമ്പ് നടത്തുമെന്ന അറിയിപ്പിനെ തുടർന്ന് റേഷൻ കാർഡും ആധാർ കാർഡുമായി മസ്റ്ററിംഗിനെത്തിയ നിരവധി ജനങ്ങളാണ് പ്രതിസന്ധിയിലായത്. വ്യക്തമായ അറിയിപ്പ് ലഭിക്കാത്തതിനെ തുടർന്ന് മണിക്കൂറോളം കാത്തുനിൽക്കേണ്ട അവസ്ഥയിലായിരുന്നു. മിക്ക റേഷൻ കടകളിലും അതിരാവിലെ മുതൽക്ക് തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. സ്ത്രീകളും കുട്ടികളും വൃദ്ധരും അടക്കം നിരവധി പേരാണ് ഓരോ റേഷൻ കടകൾക്ക് മുന്നിലും എത്തിയത്. ഈ തീയതികളിലാണ് തീരുമാനിച്ചത് ഗവൺമെന്റ്. 17 ലീവാണെങ്കിലും ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷേ ഇന്ന് രാവിലെ തന്നെ വന്നപ്പോൾ ടെക്നിക് എററാണ് കാണിക്കുന്നത്. രാവിലെ 7 മണിക്ക് ജനങ്ങൾ റേഷൻ ഷാപ്പിന് മുമ്പിൽ ക്യൂ നിൽക്കുക. പാവപ്പെട്ടവർ, വയസ്സന്മാരൊക്കെ സങ്കടം വരികയാണ്. കാരണം ഒരാളല്ലല്ലോ, ഒരു കാർഡിൽ എത്ര അംഗങ്ങളുണ്ട് അത്രയും അംഗങ്ങളെ. വയസ്സന്മാരോടൊന്നും ഞങ്ങൾ വരേണ്ടതാണ്, സുഖമില്ലാതെ കിടക്കുന്നവർ വരണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾ അവിടെ വീട്ടിൽ നിന്ന് ചെയ്തോളാം. കാരണം ഞങ്ങളെ കാർഡ് ഉടമകളല്ലേ, ഞങ്ങൾക്ക് ആ വിഷമറിയാം. എന്നിട്ടും കുട്ടീനെ ഓരോരുത്തരും എടുത്തു കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ട്. വയസ്സന്മാര് കുട്ടികൾ സ്കൂൾ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി രാവിലെ 8 മണിക്ക് കാത്തിക്കാണ്. അവരോടൊക്കെ എന്താ ഞങ്ങൾ പറയാ? ജനത്തിന് എങ്ങനെ വിഷമിക്കണം? ഞാൻ കാര്യം ഇതിന് നമ്മളെ സർവറിന് കപ്പാസിറ്റി ഇല്ല. നമ്മളെ ഒരു പുതിയ സർവർ വാങ്ങിക്കൊണ്ട് ഈ കാര്യങ്ങൾ നടത്താൻ തടസ്സങ്ങൾ പരിശോധിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുമെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു. ക്രമീകരണങ്ങൾ ഒരുക്കി മാധ്യമങ്ങൾ വഴി പൊതുജനങ്ങളെ അറിയിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഈവനിംഗ് കേരള. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.